اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. 91ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഫൽ ആമിലീന ജസാഅൻ മാ ഹുവ ഫാത്തിഹുഹു അലാ ഖുലൂബിഹിം ഫീ ത്വാഅതിഹി വമാ ഹുവ മൗരിദുഹു അലൈഹിം മിൻ വുജൂദി മുആനസതിഹി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി എന്നോണമാണ് ഇനി നമ്മൾ പറയുന്നത്. കഫൽ ആമിലീന, സൽക്കർമ്മകാരികൾക്ക് മതി, ജസാഅൻ പ്രതിഫലമായിട്ട്, മാ ഹുവ ഫാത്തിഹുഹു അലാ ഖുലൂബിഹിം അവരെ ഹൃദയങ്ങളുടെ മേൽ അള്ളാഹു തുറന്നു തരുന്ന അനുഭൂതികൾ, ഫീ ത്വാഅതിഹി അള്ളാഹു താലാക്ക് ആരാധന ചെയ്യുന്ന സമയത്ത്. അപ്പോ സൽക്കർമ്മകാരികളാകുന്ന ആളുകൾക്ക് പ്രതിഫലമായിട്ട് എന്ത് മതി? ആ സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു തുറന്നു തരുന്ന ചില അനുഭൂതികളുണ്ട്. ആ അനുഭൂതികൾ മതി ശരിക്ക് എന്ത് അവർക്ക് പ്രതിഫലമായിട്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഒരു ഹൃദയത്തിലേക്ക് തുറന്നു തരുന്ന അനുഭൂതികൾ, അതിൻ്റെ ഫത്ഹ് 3 രൂപത്തിലാണ്. 1 മുഹാളറ, 2 മുറാഖബ, 3 മുഷാഹദ. ഈ 3 അവസ്ഥകളും അല്ലാഹു തആല ഒരാൾക്ക് തരും. പക്ഷേ മുഹാളറ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കുള്ളതാണ്. ഒരു സാന്നിധ്യത്തിൻ്റെ മാധുര്യം അവർക്ക് അനുഭവപ്പെടാൻ കഴിയും. രണ്ടാമത്തത് മുറാഖബയാണ്. അത് പ്രത്യേകക്കാരാകുന്ന ആളുകൾക്കുള്ളതാണ്, നിരീക്ഷണത്തിൻ്റെ ഏരിയ. മൂന്നാമത്തത് ദർശനത്തിൻ്റെ ഏരിയയാണ്, വൽ മുഷാഹദ. അതിൽ ഹുസൂസിൽ ഹുസൂസ്, അത് അഹസ്സുൽ ഖവാസിനുക്കൾ പ്രത്യേകക്കാരാകുന്ന ആളുകൾക്കുള്ളതാണ്. ഇതിന് 3നും ശരിക്കും എന്ത് പറയും? ഖുശൂ എന്ന് പറയും. പക്ഷേ ചിലത് തുടക്കക്കാരാകുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്, പ്രയാണ വഴിയിലേക്ക് പ്രവേശിക്കുന്ന തുടക്കക്കാർക്കുള്ളതാണ് മുഹാളറ. അതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കുള്ളതാണ് മുറാഖബ. അതിലേക്ക് വുസൂലായ ആളുകൾക്കുള്ളതാണ് മുഷാഹദ. പക്ഷെ ഈ 3നും അല്ലാഹു തആല ഒരു അടിമയുടെ ഹൃദയത്തിലേക്ക് നൽകുന്ന അനുഭൂതികളുടെ ദർജയിലുള്ള മാറ്റാണ്. ഇത് മതി ഒരാൾക്ക് എന്ത് പ്രതിഫലമായിട്ട്. വേറെ ഒന്നും സ്വർഗമോ മറ്റു കാര്യങ്ങളൊന്നും പ്രതിഫലമായിട്ട് വേണ്ട. അത്രയും മഹത്വമായ അനുഭൂതിയാണ് ഈ 3 അടങ്ങിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഇബാദത്തിന്റെ സമയത്ത് ഒരാൾക്ക് എത്തുന്ന അനുഭൂതികൾ 3 വിധമാണ്. അവ്വലുഹ, അതിലൊന്ന് വുജൂദുൽ ഉൻസി ബിഹി. അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ആ ഇണക്കത്തിലുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. അള്ളാഹുവിലേക്ക് തിരിയുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം വരുന്ന സമയത്ത് അവൻ്റെ ഹൃദയത്തിൽ പ്രത്യേക ഭയഭക്തിയും ഒരു നേർമ്മയും അവൻ്റെ ഹൃദയത്തിന് അനുഭവപ്പെടും. അത് 1ാമത്തെ അവസ്ഥയാണ്. അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തിരിയുന്ന സമയത്തുണ്ടാകുന്ന ഒരു ആനന്ദം. ആ ആനന്ദം കൊണ്ട് അവൻ്റെ ഹൃദയത്തിന് റിഖത്തും ഖുശൂവും ഉണ്ടാവും. രണ്ടാമത്തത്, അള്ളാഹുവിലേക്ക് അവൻ പൂർണ്ണമായി തിരിയുമ്പോൾ അവൻ എല്ലാം ആ ഒരു അള്ളാഹുവിലേക്ക് തിരിയുന്ന ആ ഒരു മാധുര്യത്തിൽ സകലതും മറന്നുപോകുന്നൊരവസ്ഥ. അതാണ് 2ാമത്തെ അനുഭൂതി, എല്ലാം മറക്കുന്നൊരവസ്ഥ. 3ാമത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സറൂഖ് തങ്ങൾ പറയാണ്,
അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞ് എല്ലാത്തിനെയും മറക്കുന്നതോടുകൂടെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ചില ജ്ഞാനങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. ലദുന്നിയായ ഇൽഹാമാത്തുകളും ഇൽമിയായ ഫവായിദുകളും അവന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവന്റെ ഹൃദയം അള്ളാഹുവിന്റെ നൂറ് കൊണ്ടങ്ങ് നിറയുന്നൊരവസ്ഥ. അതുപോലെ ഒരടിമക്ക് പിന്നെ പ്രതിഫലമായിട്ട് മഹാന്മാരാകുന്ന ചില അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പറയുന്നുണ്ട്, ഫി ദുനിയ ജന്നത്തുൻ, ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. മൻ ദഖലഹ, ആരെങ്കിലും ആ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ലം യഷ്തഖ് ഇലാ ജന്നത്തിൽ ആഖിറ, ആഖിറത്തിന്റെ സ്വർഗത്തിലേക്ക് ഒരിക്കലും അവനക്ക് ആഗ്രഹം ഉണ്ടാവില്ല. വലാ ഇലാ ഷൈഇൻ, ഒന്നിലേക്കും അവനക്ക് ആവശ്യം ഉണ്ടാവില്ല. വലം യസ്തൗഹിഷ് അബദ, ഒരിക്കലും അവൻ ഒറ്റപ്പെടുകയില്ല. മഹാന്മാര് പറയാണ്, ദുനിയാവിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അവനക്ക് ആഖിറത്തിലെ സ്വർഗം വേണ്ട. ലോകത്തുള്ള ഒരു വസ്തുവും അവനക്ക് ആവശ്യമില്ല. ഒരു നിലക്കും അവൻ ഒറ്റപ്പെടൂല. ഖീല, ചോദിക്കപ്പെട്ടു, അമാഹിയ, അതെന്താണ് ആ ദുനിയാവിലെ സ്വർഗം? ഖാല, മഹാൻ പറഞ്ഞു, ഹിയ മഅരിഫത്തുല്ലാഹ്, അത് അള്ളാഹുവിന്റെ മഅരിഫത്താണ്. ആ മഅരിഫത്ത് ലഭിച്ച ആൾക്ക് എന്തു സ്വർഗം? ആ മഅരിഫത്ത് ലഭിച്ച ആൾക്ക് ദുനിയാവിന്റെ ആഡംബരങ്ങളിലേക്ക് എനിക്ക് ആവശ്യമില്ല. അപ്പോ ശരിക്ക് ഒരു യഥാർത്ഥ അടിമക്ക് പ്രതിഫലമായിട്ട് എന്ത് മതി? അവരെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കുന്ന ചില അനുഭൂതികളുണ്ട് ഇബാദത്ത് ചെയ്യുന്ന സമയത്ത്. അത് മതി അവനക്ക് പ്രതിഫലമായിട്ട്. മനസ്സിലാവുന്നുണ്ട്? കാരണം ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളോട്, സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന് തുല്യമായിട്ട് ഒന്നും ദുനിയാവിലില്ല. എന്ത് മാത്രമേ ഉള്ളൂ? രാത്രി സമയത്ത് ഒരു അടിമ അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞ് അവന്റെ ഹൃദയത്തിന് കിട്ടുന്ന ആനന്ദം ഉണ്ടല്ലോ, ആ ആനന്ദം ഒഴിച്ച് സ്വർഗത്തിന്റെ അനുഗ്രഹത്തിനേക്കാൾ മികച്ചതായി ദുനിയാവിലൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെക്കാൾ വലുതായിട്ടാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് തിരിയുന്ന സമയത്ത് അള്ളാഹു അവന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന അനുഭൂതികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആസ്വദിക്കാനും അനുഭവിക്കാനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ കഫൽ ആമിലീന, സൽക്കർമ്മകാരികൾക്ക് മതി, ജസാഅൻ, പ്രതിഫലമായിട്ട്, മാഹുവ ഫാത്തിഹുഹു അലാ ഖുലൂബിഹിം ഫീ ത്വഅതി, ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കുന്ന അനുഭൂതികളുണ്ട്. അത് മതി പ്രതിഫലമായിട്ട്. തുടർന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നു, വമാ, ഒന്നും മതി, ഹുവ മൗരിദുഹു അലൈഹിം, അവന്റെ ഹൃദയങ്ങളിലേക്ക് ചൊരിച്ചു കൊടുക്കുന്ന ഒന്നും മതി. അതെന്തിനാൽ? മിൻ വുജൂദി മുആനസതിഹി, ആനന്ദത്തിന്റെ സാന്നിധ്യത്തിനാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ ഹൃദയത്തിലേക്ക് ചൊരിച്ചു കൊടുക്കുന്ന ചില സാധനങ്ങളുണ്ട്. ആ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ തജല്ലി അങ്ങ് ചൊരിക്കുമ്പോൾ അവനക്കുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഹൃദയത്തിലേക്ക് ആനന്ദം വന്നപ്പോൾ നൃത്തം ചെയ്തു എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. അതും മതി ശരിക്ക് എന്ത്? ഒരു മനുഷ്യന് പ്രതിഫലമായിട്ട് വേറൊന്നിന്റെ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മുആനസത്ത് ഉണ്ടല്ലോ, അതായത് അമലിന് ശേഷം ഒരാൾ അല്ലാഹു തആലക്ക് അമൽ ചെയ്തിട്ട് ആ അമലിന് ശേഷം അവന്റെ ഹൃദയത്തിലുണ്ടാകുന്ന അല്ലാഹു തആല ചൊരിച്ചു കൊടുക്കുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം 3 രൂപത്തിലാണ്. ഒന്ന് മുആനസത്തു ദിക്റിന്റെ ആനന്ദം, അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വജിലത്തു ഖുലൂബുഹും, ഓല ഹൃദയം ഇങ്ങനെ പെടപെടച്ചു പോകും. ഈ ദിക്റിന്റെ മുആനസത്ത് എന്ന് പറഞ്ഞാൽ വഹുവ അദ്ലി അഹ്ലിൽ ഫനാഇ ഫിൽ അഫ്ആൽ, അത് അഫ്ആലിൽ ഫനാ ആയ, അള്ളാഹുവിന്റെ അഫ്ആലിൽ ഫനാ ആയ ആളുകൾക്കുള്ള മക്കാമാണത്. രണ്ടാമത്തത് മുആനസത്തു ഖുർബ്, സാമീപ്യത്തിന്റെ മുആനസത്ത്, ആനന്ദം. അത് വഹുവലി അഹ്ലിൽ ഫനാഇ ഫി സിഫാത്ത്,
അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളിൽ അലിഞ്ഞു ചേർന്ന ആളുകൾക്കുള്ള മഖാമാണ് മുആനസത്തു ഖുർബ് എന്ന് പറയുന്നത്. വഹും, അവർ അഹ്ലുൽ ഇസ്തിശ്റാഫ്, അവർ ഏറ്റവും ഉന്നതരായ ആളുകളാണ്. മൂന്നാമത്തെ മുആനസത്താണ് മുആനസത്തു ഷുഹൂദ്, ദർശനത്തിന്റെ ആനന്ദം. വഹുവ ലിഅഹ്ലിൽ ഫനാഇ ഫിദ്ദാത്ത്, അത് അള്ളാഹുവിന്റെ ദാത്തിൽ അലിഞ്ഞു ചേർന്ന, ദാത്തിൽ ലയിച്ചു ചേർന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ആനന്ദമാണ്. ഈ ഒന്നാമത്തെ ആനന്ദം ലിഅഹ്ലിൽ ഇസ്ലാം. അഫ്ആലിൽ അലിഞ്ഞു ചേർന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ആനന്ദത്തിന്റെ പേര് അത് ഇസ്ലാമിന്റെ അഹ്ലുകാർക്കാണ് ഉണ്ടാകുക. രണ്ടാമത്തതുണ്ട്, അതായത് ഖുർബിന്റെ ആനന്ദം, അത് ലിഅഹ്ലിൽ ഈമാൻ, ഈമാനിന്റെ അഹ്ലുകാർക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ ദർശനത്തിന്റെ ആനന്ദം ലിഅഹ്ലിൽ ഇഹ്സാൻ, അത് ഇഹ്സാനിന്റെ അഹ്ലുകാർക്ക് ഉണ്ടാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. ഇതിങ്ങനെ പറഞ്ഞാ പോരല്ലോ, നമുക്ക് ഹൃദയം കൊണ്ട് അനുഭവിക്കാനും അത് ആസ്വദിക്കാനും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ. ഇനി ഈ ഒന്നാമത്തെ ആളുകളുണ്ടല്ലോ, ഇത് ഇവര് 3 തരക്കാരാണ്. ഈ മുആനസത്ത് ദിക്റിന്റെ ആളുകള്, അവര് ജനങ്ങളിൽ നിന്ന്, ജനങ്ങളുടെ ഷർറ് ഭയന്നുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ആൾക്കാരാണ്. ജനങ്ങളിൽ നിന്ന് അവർ പൂർണ്ണമായിട്ട് അകന്നു നിൽക്കും. കാരണം എന്താണ്? ജനങ്ങളുടെ എന്തെങ്കിലും വേണ്ടാത്തരം തങ്ങളിൽ പ്രവേശിക്കുമോ എന്ന് വിചാരിച്ച് മുആനസത്തു ദിക്റിന്റെ ആളുകൾ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കും. മനസ്സിലാവുന്നുണ്ട്? കാരണം എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് വന്നു ചേരുമോ എന്ന് ഭയന്നിട്ട് പോലും മാറി നിൽക്കും. എന്നാൽ രണ്ടാമത്തെ ആൾക്കാരുണ്ട്, മുആനസത്തു സാനി, ഖുർബിന്റെ ആളുകൾ. അവര് ജനങ്ങളോട് അടുത്തു നിൽക്കും, പക്ഷെ ഒരു ജാഗ്രത ഉണ്ടാവും. ജനങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കും അവര്, പക്ഷെ ഓലൊക്കെ എന്തുണ്ടാവും? ഒരു ജാഗ്രത ഉണ്ടാവും. എപ്പോഴും അവരൊരു കണ്ണുണ്ടാവും, എന്തെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ളൊരു കണ്ണ് അവർക്ക് ഉണ്ടാവും. എന്നാൽ മൂന്നാമത്തെ ആളുകള് ഒരു ജനങ്ങളുമായി കൂടിക്കലർന്ന് ജീവിക്കും. ജനങ്ങളിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കും, അനാവശ്യമായത് പൂർണ്ണമായിട്ടും അവർ ഒഴിവാക്കും. കാരണം എന്താ? ഒരു കമാലിയത്തിലേക്ക് എത്തിയ ആൾക്കാരാണ്. അവരെ മുമ്പിൽ ഒരാൾ ഏത് രൂപത്തിലുള്ള ഹറാമുകൾ കൊണ്ടുവന്നാലും അവരുടെ ശ്രദ്ധ അതിലേക്ക് പതിയേ ചെയ്യൂല. അവരിലേക്ക് ഒരു ആധിപത്യം ഉണ്ടാക്കാൻ മറ്റുള്ളവർക്ക് ഒരിക്കലും സാധിക്കൂല. കാരണം അവർ അള്ളാഹുവിന്റെ സാമീപ്യത്തിലും ദർശനത്തിലുമുള്ള ആളുകളാണ്. ആ ഒരവസ്ഥയിലേക്ക് അള്ളാഹു ഒരു മനുഷ്യനെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറെ എന്താണ് വേണ്ടത്? വേറൊന്നിന്റെ ആവശ്യം അവർക്കില്ലല്ലോ. വേറെന്തെങ്കിലും പ്രതിഫലം വേണോ? ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ പറഞ്ഞതുപോലെ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും എന്നെ മാടി വിളിച്ചാൽ പോലും ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കൂല. എന്താ കാരണം? അള്ളാഹുവിന്റെ മഅരിഫത്തിനേക്കാൾ വലുത് എന്താണ്? അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തുറന്നു നൽകുന്ന ആനന്ദം, ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കുന്ന തജല്ലി, അതിനേക്കാൾ വലുത് വേറെന്താള്ളത്? വേറൊന്നുമില്ല. അതൊരു അബ്ദിന്റെ മഹബൂദിന്റെയും ഇടയിലുള്ള അപാരമായ രഹസ്യങ്ങളാണ്. അതൊരു മനുഷ്യന്റെ ഹൃദയത്തേക്ക് വന്നാൽ പിന്നെ വേറെന്തിലേക്ക് അവന് മനുഷ്യന് ആവശ്യം ഉണ്ടാകുക? ഒന്നിലേക്കും ആവശ്യം ഉണ്ടാവൂല. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു ലാസ്റ്റ് ഇതിൽ പറയുന്നുണ്ട്, ഇഖാദുൽ ഹിമമിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ചില ആരിഫീങ്ങൾ പറയുന്നുണ്ട്, ഈ ഒരു ദർജയിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ അവനക്ക് നന്നായി ക്ഷമിച്ചേ പറ്റുള്ളൂ. ക്ഷമ എന്ന് പറയുന്ന സാധനം ഒരാൾക്ക് ആവശ്യമാണ്. കാരണം ദുർഘടമായ പാതകളാണ്, മലമ്പാതകളാണ് അവന്റെ മുമ്പിലുള്ളത്. ആ മലമ്പാതകളൊക്കെ കഴിഞ്ഞു കടന്നിട്ടേ ഉന്നതമായ സുഹബത്തിന്റെയും റാഹത്തിന്റെയും സുഹൂലത്തിന്റെയും ഒരു അവസ്ഥയിലേക്ക് അവനക്ക് എത്തുള്ളൂ. അതിനെന്തു വേണം? മുജാഹദത്തു നഫ്സ്, നഫ്സിനോടുള്ള നല്ല നിലക്ക് പോരാടണം. മുഖാലഫത്തുൽ ഹവ, ഇച്ഛയോട് പൂർണ്ണമായി എതിരാകണം. എന്നാൽ മാത്രമേ അവനക്ക് ദുനിയാവിനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. നഫ്സിനോട് പോരാടണം. നഫ്സ് അവനെ പല ചിന്തകളിലേക്കും കൊണ്ടുപോകുമ്പോൾ നഫ്സിനോട് പോരാടണം, ഇച്ഛകളോട് എതിർത്ത് നിൽക്കണം. എന്നാൽ മാത്രമേ, അങ്ങനെ ദുനിയാവിനെ പൂർണ്ണമായി ഒഴിവാക്കിയാൽ മാത്രമേ ആ അല്ലാഹുവിന്റെ അന്നളുറു ഇലാ വജിഹിൽ കരീം
കരീമായ അള്ളാഹുവിന്റെ വജഹിലേക്ക് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് അവനക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോഴേ അള്ളാഹുവിന്റെ മൈരിഫത്ത് അവനക്ക് സാധ്യമാകുള്ളൂ. അപ്പോഴേ അവൻ ആ ആനന്ദത്തിന്റെ വഴിയിലേക്ക് എത്തുള്ളൂ. പോരാടണം, നന്നായി പോരാടണം. നന്നായി പോരാടിയ ആളുകൾ മാത്രമാണ് ഉന്നതരായ ദർജയിലേക്ക് എത്തിയത്. എത്രയോ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ. ബഹുമാനപ്പെട്ട ജാമിഉ കറാമാത്തിൽ ഔലിയ എന്ന് പറയുന്ന കിതാബിൽ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു നൂറുകണക്കിന് ആരിഫീങ്ങളെ ചരിത്രം പറയുന്നുണ്ട്. അവരൊക്കെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നെഫ്സിനോട് പോരാടി, ഇച്ഛകളോട് പോരടിച്ച്, ദുനിയാവിന്റെ ഷഹവാത്തുകളോട് പോരടിച്ചിട്ടാണ് അവരൊക്കെ വലിയ മഖാമിലേക്ക് എത്തിയത്. അപ്പോ നന്നായി അധ്വാനിക്കുന്ന ആളുകൾക്ക് ആ മഖാമിലേക്കൊക്കെ എത്താൻ കഴിയും. അപ്പൊ ശരിക്ക് എന്ത് മതി ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല നൽകുന്ന ആ തുറന്നു നൽകുന്ന അനുഭൂതികളും ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന തജല്ലികളും മതി ഒരു മനുഷ്യന് പ്രതിഫലമായിട്ട്. അങ്ങനെ കുറെ നേടിയ കുറെ ആളുകളുണ്ട് ഈ ലോകത്ത്. ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളെ പോലെ, ഉമർ ഖാദിയെ പോലെ, CM മടവൂരിനെ പോലെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിനെ പോലെ, റിഫായി ഷെയ്ഖിനെ പോലെ, അജ്മീർ ഖാജയെ പോലെ, അഹ്മദ് തിജാനി തങ്ങളെ പോലെ അവരൊക്കെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ അനുഭൂതി ഏറ്റുവാങ്ങിയ ആളുകളാണ്. ആ ആനന്ദത്തോടുകൂടി ജീവിച്ച് ലോകത്ത് വിട പറഞ്ഞ ആളുകളാണ്. അവർക്ക് മാത്രമേ ഈ ലോകത്ത് എന്തെങ്കിലും നടപ്പിലാക്കാനും സംഭവിപ്പിക്കാനും കഴിയുള്ളൂ. എത്രയോ അല്ലാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ആളുകൾ അവരുടെ ആ ഹൃദയത്തിലുള്ള പ്രകാശം കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ നല്ല ഉന്നതരായി ജീവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളാകുന്ന ആളുകളുടെ ആ പാത പിന്തുടർന്നുകൊണ്ട് ഹൃദയത്തിൽ അല്ലാഹുവിന്റെ മഅരിഫത്തും തജല്ലിയാത്തുകളൊക്കെ ഏറ്റുവാങ്ങാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.